വല്ലാണ്ട് അങ്ങോട്ട് നീ പോണേ. 2000 അല്ലേ? അതെ, നീ 2K കിഡ്. അങ്ങനെ എനിക്ക് തോന്നുന്നു ഈ ഇപ്പം എന്റെ കാലത്ത് പ്രേമമായിക്കോട്ടെ, ബിൻഷേച്ചിയുടെ കാലത്ത് പ്രേമമായിക്കോട്ടെ, നമ്മുടെ എല്ലാവരുടെയും പ്രേമത്തെ എന്താ എക്സ്പ്ലെയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ കുറച്ചും കൂടെ ക്ലാസിഫൈ ചെയ്ത് തന്ന ഒരു സിനിമയായിരുന്നു പ്രേമം. അതുകൊണ്ടാണ് പ്രേമം എല്ലാവർക്കും ഇത്രയും ഫേവറേറ്റ് ആയത്. എല്ലാവർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതും അതുപോലെ തന്നെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ആയത് അങ്ങനെ. കാരണം അതിനകത്ത് പറയുന്ന ഒരു പോയിന്റ് ഭയങ്കര കറക്റ്റ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ ലൈഫിൽ ഒരു 3 പ്രേമം ആയിരിക്കും ജെനുവിൻ ആയിട്ടൊക്കെ നോക്കുന്നത്. ഫസ്റ്റ് പ്രണയം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അതെന്താ? എന്നുവെച്ചാൽ ഫസ്റ്റ് പ്രണയം എന്ന് പറയുമ്പോഴേ ഫസ്റ്റ് പ്രണയമാണല്ലോ. അന്നേരം നമ്മൾ ആദ്യമായിട്ട് ആണല്ലോ നമ്മൾ ആ പ്രണയം അറിയുന്നത്. പ്രണയത്തെ അറിയുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ പണ്ടത്തെ പ്രണയം ഇപ്പോഴത്തെ പ്രണയം എന്നൊക്കെ പറഞ്ഞാലേ, ഞാൻ തുറന്നു പറയുന്നതിന് ഇപ്പൊ ആൾക്കാർ എന്തെങ്കിലും തോന്നും. ഇപ്പോഴത്തെ പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ വെറും എന്താ പറയാ ശരീരം നോക്കിയിട്ട് അങ്ങനെ സെക്ഷുവലി ഒക്കെയാണ്. പണ്ടൊന്നും അങ്ങനെയല്ല. മനസ്സുകൾ തമ്മിലുള്ള ഇഷ്ടമായിരുന്നു, അടുപ്പമായിരുന്നു. ഫോണ് വിളിച്ചിട്ടില്ലെങ്കിലും അങ്ങനെ ടോക്ക് ചെയ്തിട്ടില്ലെങ്കിലും ഒക്കെ അതൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. ആളുകൾക്ക് അത് വേണ്ട. അവർക്ക് ഇന്നെല്ലാം ഇന്ന് ഒരുപാട് പേരുകളുണ്ടല്ലോ. ഇന്ന് ഒരുപാട് പേരുണ്ട്. നമ്മളിന്ന് പറഞ്ഞാൽ ഈ പാലത്തിന്റെ അങ്ങേറ്റം വരെ ഇങ്ങോട്ടും തീരത്തില്ല. എന്തൊക്കെയോ പേരുകളുണ്ട്. അതെ, ബെഞ്ചിങ്, സിറ്റുവേഷൻ, സോംബിങ്, അങ്ങനെ ഒരുപാടുണ്ട്. സത്യം പറഞ്ഞല്ലേ, നമ്മളൊക്കെ 90s കിഡ്സ് ആണല്ലോ. നീയല്ല. പ്രായം വല്ലാണ്ട് അങ്ങോട്ട് പോണേ.